ഹായ്, ഞാൻ ധന്യ, കണ്ണൂർ ജിടെക്കിലെ പൈത്തൺ ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ ഗ്രാഫിക്സ് യൂസ് ചെയ്യാത്ത ഏരിയാസ് ഇല്ല. ഗെയിമിംഗ് സോഫ്റ്റ്വെയർസ്, വെബ്സൈറ്റ് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ പൈത്തൺ യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ഗ്രാഫിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഗ്രാഫിക്സ് ഫംഗ്ഷനാലിറ്റി കിട്ടാൻ ടേർട്ടിൽ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് ടേർട്ടിൽ കൊടുക്കാം. നെക്സ്റ്റ് ഗ്രാഫിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ ടേർട്ടിൽ ഡോട്ട് ബിജി കളർ ഓഫ് ബ്ലാക്ക് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ടേർട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി സ്ക്വയർ ഈക്വൽ ടു ടേർട്ടിൽ ഡോട്ട് ടേർട്ടിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഗ്രാഫിക്സിന്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ഡോട്ട് സ്പീഡ് ഓഫ് 20 എന്ന് സെറ്റ് ചെയ്യാം. ഗ്രാഫിക്സിന്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ഡോട്ട് പെൻ കളർ ഓഫ് റെഡ് എന്ന് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഇനി ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഒരു ഫോർ ലൂപ്പ് ആഡ് ചെയ്യുക. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 400. നമ്മളിത് 400 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ആഡ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് സ്ക്വയർ ഡോട്ട് ഫോർവേഡ് ഓഫ് ഐ എന്ന് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്ക്വയർ ഓഫ് ലെഫ്റ്റ് ഓഫ് 91 എന്ന് സെറ്റ് ചെയ്യുക. സോ ഈ 91 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. സോ നമുക്കിനി പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനു വേണ്ടി റണ്ണിൽ റൺ വിത്തൗട്ട് ഡീബഗിങ് എടുക്കാം. സോ നമ്മുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാം. സോ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഈ കോഡ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കോഡിംഗ് ടിപ്സിനായി കണ്ണൂർ ജിടെക്കിന്റെ ഇൻസ്റ്റാ പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാം.